ഹായ് സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പോസ്റ്റ് ഓഫീസിൽ വളരെയധികം ജനപ്രിയങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് ഇന്ന് പൊതുജനങ്ങൾ പലപ്പോഴും കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്വന്തം ജനനത്തീയതി അറിയാത്തത്, ഡേറ്റ് ഓഫ് ബർത്ത്. പല ആധാറും നോക്കിക്കഴിഞ്ഞാൽ ഓഫീസിലുള്ളവരും കുടുങ്ങുന്നു. കാരണം നോക്കുന്ന സമയത്ത് 1940, 1960 അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി നിങ്ങൾക്കൊരു IPB അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അങ്ങനെ തുറക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ ഈസി ആയിട്ട് കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ പറ്റും. അതറിയാതിരുന്നു കഴിഞ്ഞാൽ പല ആപ്പുകളും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയാൽ ആ പോസ്റ്റ് ഓഫീസിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവും. ഇതുപോലെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ബയോമെട്രിക് ഡിവൈസും ഉണ്ടാവും. അതാണ് ബയോമെട്രിക് ഡിവൈസ്, അഥവാ വിരലടയാളം എടുക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിവൈസിൽ നമ്മളിതിൽ ഈ സോഫ്റ്റ്വെയർസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരിക്കും ഇതിൽ. അതേപോലെ നിങ്ങൾ സ്ലൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബയോമെട്രിക് ഡിവൈസിൻ്റെ ഒരു ആപ്പ് ഉണ്ടാവും. RD മന്ത്ര സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൽ ഇൻ്റർനെറ്റ് കണക്ഷൻസും ഒക്കെ ഉണ്ടെന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കണക്ഷൻ കൊടുക്കുക. ഇനി ചിലപ്പോൾ ചില മന്ത്ര ഡിവൈസുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതിലുള്ള മുകളിലുള്ള ഈ നാവിഗേഷൻ ബാറിൽ പോയിട്ട് റീഫ്രഷ് RD സർവീസോ അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിടുക. അപ്പോൾ അതൊന്ന് റീഫ്രഷ് ചെയ്ത് കൃത്യമായ വർക്കിംഗ് ആയി മാറും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അത് ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ ബാക്കോട്ട് പോവുക. സാധാരണ പോലെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഓഫീസർക്ക് ഒരു ID ഉണ്ടാവും. ആ IDയിൽ നമ്മൾ RD മൈക്രോ ATM എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതിൽ ഈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫീസർക്കുള്ള ഒരു യൂസർ ID ഉണ്ടാവും, പാസ്വേഡും ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഒരു യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ആ ഓഫീസർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഡിവൈസിൽ കണ്ടോ, ഇതേപോലൊരു വിൻഡോ ആണ് വരുന്നത്. ഈ വിൻഡോ വരുന്ന സമയത്ത് അതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ യൂസർ ID ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിൻഡോയിലേക്ക് എത്തും. ആ വിൻഡോയിൽ ഇന്ന് പബ്ലിക്കിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് മറ്റു സ്ഥലങ്ങളിലേക്ക് പൈസ അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ബംഗ്ലാദേശികളും മറ്റുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ അവരുടെ നാട്ടിലേക്ക് ആധാർ ഉപയോഗിച്ച് പൈസ അയച്ചു കൊടുക്കാം. അതുപോലെ കറണ്ട് ബില്ല് അടയ്ക്കാം, മൊബൈൽ റീചാർജ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ മറ്റ് ബാങ്കുകളിൽ നിന്നും ഒരു 10,000 രൂപ വരെ എടുക്കാനുള്ള സൗകര്യം കൂടെ ഇതിലുണ്ട്. ആധാർ മാത്രം മതി. ആധാർ, ഫോണ്, വിരൽ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിനുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇതിലുണ്ടാവുക. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആയതുകൊണ്ട് ഞാൻ അതിനുള്ള കാര്യം പറഞ്ഞുതരാം. ജസ്റ്റ് ഇതിൻ്റെ നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞാൽ 3 കുത്തുണ്ടാവും വലതുവശത്ത്. ആ വലതുവശത്തുള്ള ആ 3 കുത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആദ്യം തന്നെ കാണുന്ന KYC എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ KYC എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കിട്ടും. ഒന്ന് അവരുടെ IBB അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ആധാർ നമ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആധാർ നമ്പർ നമ്മൾ ഇവിടെ ഒരു വിൻഡോ വരും. ആ വിൻഡോ വരുന്നതിൽ നമ്മൾ ഈ ആധാർ നമ്പർ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ അതേപോലെ ഈ ആധാർ നമ്പർ എൻ്റർ ചെയ്താണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സെർച്ച് ചെയ്യുന്ന കാണും. അപ്പോൾ 3 ഓപ്ഷൻസ് വരും. ഇതേപോലെ ഒന്നെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വെച്ചാണ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവരുടെ മൊബൈലിലേക്ക് OTP വിട്ടിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് iScan ഉപയോഗിക്കാം. പക്ഷേ ഈ iScan ഒന്നും നമുക്കിപ്പോൾ ചെറിയ പോസ്റ്റ് ഓഫീസുകളിലൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ OTP വെച്ചാണ് ചെയ്യുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ. അവരുടെ IBB അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു OTP കൺഫേം ചെയ്യുന്ന സമയത്ത് വരും. അപ്പോൾ അതിൽ കൺഫേം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിത് കണ്ടോ, ഇതിലേക്ക് നമ്മളൊരു OTP വന്നു. ആ OTP സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഇവിടെ ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പം ഒരാളുടെ പേരും അയാളുടെ ആധാർ നമ്പറും എല്ലാ കാര്യങ്ങളും നമുക്കതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് അതിലൊരു കൺസെൻറ്റ് കൊടുക്കാനുണ്ടാവും. ഇവിടെ നോക്കൂ, ഇവിടെ കണ്ടോ,
കൺസെൻറ്റ് കൊടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ കക്ഷിയുടെ പേര് നീതു എന്നാണ്. അപ്പോൾ അവരുടെ ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റൊക്കെ ആണ്. ഇവിടെ കൺസെൻറ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കൺസെൻറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള കമാൻഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് ഐ സ്കാനും ഫേസ് സ്കാനും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ ഇതേപോലെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിംഗറാണ്. ഫിംഗർ OTP ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബയോമെട്രിക്കിനുള്ള വിൻഡോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടോ ബയോമെട്രിക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിൻഡോ വന്നിട്ടുണ്ടാവും. ആ ബയോമെട്രിക്കിൻ്റെ അവിടെ തൊടുന്നതിൻ്റെ മുന്നേ കക്ഷിനോട് ആരാണെങ്കിലും കസ്റ്റമറോടൊന്ന് വിരൽ വയ്ക്കാൻ പറഞ്ഞാൽ മതി. ആ വിരലയാൾ അവിടെ ജസ്റ്റ് ഒന്ന് ഫിംഗർ ടിപ്പ് അതിലേക്ക് വെക്കുന്നു. നമ്മളത് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു റെഡിഷ് ലൈറ്റ് അവിടെ ബ്ലിങ്ക് ചെയ്യും. അതോടുകൂടി നമുക്ക് വ്യക്തമായ രീതിയിൽ ഇനി ഇവിടെ കണ്ടോ വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റും അയാളുടെ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാ കാര്യങ്ങളും കാണാം. അതിൽ വ്യക്തമായിട്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ വ്യക്തമായ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് യൂസ് ചെയ്തിട്ട് മറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും അതുപോലെ മറ്റ് പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏതായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സൈനിങ് ഓഫ്, ശ്രീനിവാസൻ.